ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ചോറും റവയും കൊണ്ട് നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ റവയും ബാക്കി വന്ന ചോറും കൊണ്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് റവ എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരുപാട് സമയം അരച്ച് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. രാവിലെ തന്നെ അരച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 1.5 തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വന്ന ചോറ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും കയ്യിൽ ചോറുള്ള അതിൽ നിന്ന് 1.5 തവി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഓരോ ഗ്ലാസ് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ വേണ്ടത്. അപ്പം നമുക്ക് ആ ഒരു മാവിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവും. ഏകദേശം ഒരു 2.5 ഗ്ലാസ് ഒരു വെള്ളം ഞാനിതാ ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേ. റവ ആയതുകൊണ്ട് കുറച്ച് അധികം തന്നെ വെള്ളം കുടിക്കുകയല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ച് കൊടുക്കട്ടെ നല്ലത്. ഇനി ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും പിന്നെ 2 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങോട്ട് വെള്ളം പോരായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ലൂസാക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മൾ വിചാരിച്ച മാതിരി അപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ റവ ഒന്നങ്ങോട്ട് കുതിരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു അളവിലായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇനി വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ 5 മിനിറ്റിന് ശേഷമായിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കിതാ ഈ ഒരു മാവ് കിട്ടിയതിനെ കണ്ടില്ലേ, കുറച്ച് അപ്പക്കാരിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബബിൾസായിട്ടൊക്കെ മാവ് നമുക്ക് കിട്ടുകയുള്ളേ. അങ്ങനെ കണ്ടില്ലേ. ഇനി ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് സമയം കൊണ്ട് ഞാനിതിലേക്ക് നല്ലൊരു കിടിലം കടലക്കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ കുതിർത്തെടുത്ത് ഈ ഒരു കടല കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് സവാള ചെറിയ പീസ് മതി ഇട്ട്, പിന്നെ പച്ചമുളക് 3-4 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട്, പച്ചമുളകിൻ്റെ എത്ര ഉണ്ടതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ, ഒരു നുള്ളു ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതായാലും പ്രശ്നമല്ല കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത അടിപൊളി ടേസ്റ്റാണ്. അതും കൂടി ഇതിലേക്ക് 1 സ്പൂൺ മാത്രം മതി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ 4-5 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ അതോട്ട് അടുപ്പത്ത് വെച്ചിട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന്. ഈ ഒരു സമയം കൊണ്ട് ഞാനിതാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിന്. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. പിന്നെ സവാള അല്ലെ ചെറിയ ഉള്ളിയോ ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം ഒന്നങ്ങോട്ട് കളറ് മാറുന്ന വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ. പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിഞ്ഞല്ലോ ആ ഒരു കുക്കറിൽ. പിന്നെ ഈ ഒരു വറ്റൽമുളക് നിർബന്ധമല്ല കേട്ടോ, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി. ഈ ഒരു കുക്കറിൽ ഈ ഒരു അടുപ്പിച്ച് വെച്ച് ഏകദേശം ഒരു 5-6 വിസിലടിച്ചിന് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം എത്ര മാണതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേനെ. നിങ്ങൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തതിന് കുറച്ച് കരിവേപ്പില ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന്. ഇനി ഇതിലേക്ക് ടിപ്സ് ചേർക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കായപ്പൊടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ഇട്ട് നമ്മളെ കടലക്കറിക്ക്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ കടലക്കറി സെറ്റായേ. അപ്പോൾ അതിന് മാവ് കണ്ടില്ലേ, ഒരു 10 മിനിറ്റോളം കായ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളെ മാവൊക്കെ
അധികം അങ്ങോട്ട് പൊങ്ങിയിട്ടൊന്നുമില്ല. തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങോട്ടോ. നമുക്ക് ഈ ഒരു ബബിൾസ് മാതിരിയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതായത് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചേനെ ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ എന്നിട്ട് ഒരുപാട് സമയം ഇളക്കി കൊടുക്കരുത്. ആ ഒരു ബബിൾസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ നമുക്കിത് ഇതേപോലെ അങ്ങോട്ട് ചുട്ടെടുക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഞാനിതാ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ബബിൾസ് വന്നതിന് ശേഷം ഇതാ മൂടി വെക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള അപ്പം കേട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല നമുക്ക് ഈ ഒരു അപ്പം കഴിക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ സൂപ്പർ അപ്പം റെഡി ആയിന്. ഈ ഒരു ചൂടോടുകൂടി കഴിക്കാനൊരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ ഓരോ അപ്പം ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് അധികം അങ്ങോട്ട് കട്ടിയിൽ ആവരുത്, അധികം അങ്ങോട്ട് കട്ടിയില്ലാതാവരുത്. ഈ ഒരു അളവിലാണ് നമുക്ക് മാവ് ഈ ഒരു അപ്പം കിട്ടേണ്ടത്. അപ്പോൾ ഇതാ മൂടി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത അപ്പം റെഡി ആയിന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അപ്പം കടലക്കറിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം.